സമയം 6 മണി ആയോ നീൽ? ഇല്ല, ഇപ്പൊ 5:30 ആയുള്ളൂ. എങ്ങനെയാ സമയം നോക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ നീൽ? നിനക്കും പഠിക്കാൻ പറ്റും. കോക്കോ ടിവി കിഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. ഉദാൻപൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ബബൻ ടീ സ്റ്റാളും ഉണ്ടായിരുന്നു. ബബൻ എന്ന പേരുള്ള ഒരാൾ ടീ സ്റ്റാൾ നടത്തി ഉപജീവനം ചെയ്തുകൊണ്ടിരുന്നു. ഗ്രാമത്തിലുള്ള ധാരാളം ജനങ്ങൾ രാവിലെയും വൈകുന്നേരവും ബബന്റെ ടീ സ്റ്റാളിൽ ചായ കുടിക്കാൻ വരും. എന്നിട്ട് കുറെ നേരം സംസാരിക്കും. അവനല്ലേ നമ്മുടെ ബീക്കു? അതെ ബീക്കു, അവൻ എന്തു പറ്റി? പന്തയം വെക്കാൻ വേണ്ടി എന്നോട് 8 രൂപ ചോദിച്ചു. ഞാൻ പറഞ്ഞു 8 രൂപയ്ക്ക് പകരം 10 രൂപ വാങ്ങിച്ചോളാൻ. അപ്പോൾ ബബൻ കണക്ക് പുസ്തകത്തിൽ നോക്കിയിട്ട് പറഞ്ഞു, ശിവൻ ചേട്ടാ, നിങ്ങളുടെ കണക്കിലിപ്പോ 1000 രൂപ ആയിട്ടുണ്ട്. ഇതൊക്കെ എപ്പ തരും? എല്ലാം കൂടി ഒരുമിച്ച് തരാന്നേ. ഇന്നത്തെ കണക്കും അതിന്റെ കൂടെ വെച്ചോ. ഞാൻ നിങ്ങളെ പറ്റിച്ച് എങ്ങോട്ട് പോവാനാ? അങ്ങനെ പറഞ്ഞ് ശിവ കരീം ഒഴിഞ്ഞ ചായക്കപ്പ് ബബ്ബന്റെ മുന്നിൽ വെച്ച് അവിടെ നിന്നും പോയി. ബബ്ബൻ ഒഴിഞ്ഞ ചായക്കപ്പും നോക്കിക്കൊണ്ടു നിന്നു. ചായ കുടിച്ചവരാരും അവന് പണം കൊടുത്തില്ല. എല്ലാവരുടെയും കണക്ക് പുസ്തകത്തിൽ എഴുതും. ബബ്ബന്റെ പണപ്പെട്ടി ഒഴിഞ്ഞു കിടന്നു. ഇങ്ങനെ ഓരോരുത്തരും പണം കൊടുക്കാതെ ആയപ്പോൾ ബബ്ബൻ പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ചിറ്റപ്പ, ജോലിയൊന്നും കിട്ടാത്ത കൊണ്ടാണ് ഒരു ചായക്കട തുടങ്ങിയത്. ചായക്കട കണ്ട് എനിക്ക് പെണ്ണ് തരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷെ പെണ്ണിന്റെ ചേട്ടനുണ്ടല്ലോ, കണക്ക് പുസ്തകം കണ്ടിട്ട് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ആരും എനിക്ക് കാശ് തരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാം ചിറ്റപ്പ? കണക്ക് പുസ്തകം നോക്കിയ ശേഷം പ്രസിഡന്റ് ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അവരിൽ പലരും ബബ്ബന് പണം കൊടുക്കാനുള്ളവരായിരുന്നു. മൂർത്തി, നീ 2000 രൂപ തരണം. കിഷൻ, നീ 1600. മൽഹാരി, പിന്നെ ശിവ, നിങ്ങൾ 1900. നിങ്ങൾ തരാനുള്ള പണം ഇതാ, ഈ കണക്കനുസരിച്ച് ഇത്രയുമാണ്. എപ്പോ തരുമെന്ന് പറ. പ്രസിഡന്റ് പറഞ്ഞത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന നാരായണൻ പ്രസിഡന്റിനോട് പറഞ്ഞു, ചേട്ടന് നന്നായി അറിയാലോ, മഴ താമസിച്ചതുകൊണ്ട് വിളവും കുറവായിരുന്നു. വിളവ് കുറവായതുകൊണ്ട് പിന്നെ എങ്ങനെയാ കാശ് കിട്ടുക? കാശ് കിട്ടിയാൽ ഉടൻ എല്ലാ കണക്കും തീർത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? അത് കേട്ടപ്പോൾ ബബ്ബൻ ദേഷ്യത്തോടെ പറഞ്ഞു, ദീപാവലിക്ക് ബൈക്ക് വാങ്ങാനും പന്തയത്തിന് കാശ് കൊടുക്കാനും ഉണ്ട്, പക്ഷേ ചായക്ക് കാശ് കൊടുക്കാനില്ല. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞുവല്ലോ. ഇതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബബ്ബൻ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമ്മുടെ ഗ്രാമത്തിലുള്ള ജനങ്ങളല്ലേ, അവരെന്തായാലും തരും. അസ്വസ്ഥനായ ബബ്ബൻ വീട്ടിലേക്ക് വന്ന ശേഷം ചിന്തിച്ചു. ഗ്രാമത്തലവൻ മൂലം ഇതിനൊരു തീരുമാനമുണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഗ്രാമത്തലവനും കടം വാങ്ങിയവർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അപ്പോൾ ബബ്ബന് തന്റെ ബാല്യകാല സുഹൃത്ത് ഗോട്ടിയ ഫോൺ ചെയ്തു. ഗോട്ടിയ പട്ടണത്തിൽ ഒരു ഗ്ലാസ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഗോട്ടിയ, പറയേ. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. നിനക്ക് ഞാൻ എന്താ വാങ്ങിയിട്ട് വരേണ്ടത്? ചായക്കപ്പ് വാങ്ങിച്ചോണ്ട് വരട്ടെ? ചായക്കപ്പ് വാങ്ങിയിട്ട് വരുമ്പോ വലുത് വാങ്ങിച്ചോണ്ട് വരണേ. അതിൽ ചായ ഒഴിച്ചിട്ട് എനിക്ക് അതിനകത്ത് മുങ്ങാനാ. എന്തുപറ്റി? എന്താ നിന്റെ ശരിക്കുമുള്ള പ്രശ്നം? ബബ്ബൻ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഗോട്ടിയയോട് പറഞ്ഞു. ഗോട്ടിയ പറഞ്ഞു, നീ വിഷമിക്കല്ലേ, ഞാൻ അവിടെ വന്ന് എല്ലാം ശരിയാക്കി തരാം. അടുത്ത ദിവസം തന്നെ ഗോട്ടിയ ബബ്ബനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് ചെന്നു. ബബ്ബനെ നോക്കിക്കൊണ്ട് ഗോട്ടിയ പറഞ്ഞു, നോക്ക്, നിനക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും വീടിന്റെ പുറകുവശത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ചായ കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തായി കൊണ്ടുവന്നിരിക്കുന്നേ? പറഞ്ഞ പോലെ തന്നെ നീ വലിയ കപ്പ് തന്നെ വാങ്ങിച്ചല്ലോ. അപ്പോ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ? നീ ഒന്ന് ക്ഷമിക്ക്. നിന്റെ കാശ് തിരിച്ചു പിടിക്കുവാൻ എന്റെ കയ്യില് ഒരു സൂപ്പറായ ഐഡിയയുണ്ട്. പിന്നീട് ഗോട്ടിയ ഐഡിയ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ബബ്ബൻ സന്തോഷം കൊണ്ട് ഉറക്കെ പറഞ്ഞു, കൊള്ളാം ഗോട്ടിയ, ഈ ഐഡിയ വലിക്കുകയാണെങ്കില്. ഓസിയിൽ ചായ കുടിക്കാനായി വന്ന നാട്ടുകാരെല്ലാം
ബബ്ബന്റെ ചായക്കടയ്ക്ക് മുൻപിൽ ഒത്തുകൂടിയപ്പോൾ ടീ സ്റ്റാളിന്റെ മുന്നിലായി ഒരു വലിയ ചായക്കപ്പും അതിൽ നിറച്ച് ചായയും വെച്ചിരിക്കുന്നത് കണ്ടു. കപ്പിൽ ഒരു വലിയ ഏണി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ബബ്ബൻ ഗോട്ടിയയുടെ കൂടെ ജനത്തിരക്ക് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ഓസിന് ചായ കുടിക്കാൻ വന്നവരെ നോക്കി ഗോട്ടിയ പറഞ്ഞു, ഈ ചായ നിറച്ച വലിയ കപ്പ് ആരാണോ കുടിച്ചു തീർക്കുന്നത് അവര് തരാനുള്ള കാശ് തരണ്ട. അവന്റെ കടത്തിന്റെ കണക്ക് ഞങ്ങള് വെട്ടുന്നതാണ്. ഇത് കേട്ട് ഓസിന് ചായ കുടിക്കാൻ വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ആ കപ്പ് കുടിച്ചു തീർക്കാം. ഇല്ല, അത് ഞാൻ ചെയ്തോളാം. ഇങ്ങനെ ഓരോരുത്തരും തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോട്ടിയ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി ഇത് കുടിച്ചു തീർക്ക്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ഒരുപക്ഷെ നിങ്ങൾ ഈ കപ്പിലെ ചായ മുഴുവൻ കുടിച്ചു തീർത്തില്ലെങ്കിൽ എത്ര കടം ബാക്കിയുണ്ടോ അതിന്റെ ഡബിൾ കാശ് നിങ്ങൾ ബബ്ബന് കൊടുക്കേണ്ടി വരും. ശരി, സമ്മതിച്ചു. പിന്നീട് എന്താണ് ഉണ്ടായത്? ഓസിന് ചായ കുടിക്കാൻ വന്നവരുടെ കയ്യിൽ ഓരോ നീണ്ട സ്ട്രോ കൊടുത്തു. ഓസിന് ചായ കുടിക്കാൻ വന്നവർ ഓരോരുത്തരായി ഏണിയിൽ കയറി ചൂടുള്ള ചായയിൽ സ്ട്രോ വെച്ച് വലിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ അവർക്കത് തമാശയായിരുന്നു. പിന്നീട് എല്ലാവരും വിഷമിക്കാൻ ആരംഭിച്ചു. കപ്പിലുണ്ടായിരുന്ന ചായ കുറയുന്നേയില്ല. ചായ കുടിക്കാനുള്ള അവരുടെ ലിമിറ്റും കുറഞ്ഞുകൊണ്ടേയിരുന്നു. വയറ് നിറച്ചും ചായ കുടിച്ചതുകൊണ്ട് വയറ്റിൽ അസിഡിറ്റി ഉണ്ടായി. ഓസിന് വന്ന ഒരാൾ ഛർദ്ദിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് താഴെ ഇറങ്ങി. എന്നിട്ട് തലയും കുനിച്ച് അവരുടെ മുന്നിൽ നിന്നു. കപ്പിലെ ചായ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടും ഈ കപ്പിലെ ചായ നിങ്ങൾക്ക് കുടിച്ചു തീർക്കുവാൻ സാധിച്ചില്ല. നിങ്ങളാണെങ്കിൽ എല്ലാ കടവും ഒരുമിച്ച് തരാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കപ്പ് പോലെ തന്നെ നിങ്ങളുടെ കടം മുഴുവനും സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്കൊന്നും സാധിക്കില്ല. നിങ്ങളെല്ലാവരും കുറച്ച് ചായ കുടിക്കുന്ന പോലെ തന്നെയാണ്. എനിക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും കാശ് അത്യാവശ്യമല്ലേ? നിങ്ങളുടെ അടുത്ത് നിന്ന് കാശ് കൂടുതൽ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ എനിക്ക് ഡബിൾ കാശൊന്നും തരണ്ട. നിങ്ങൾ എനിക്ക് എത്ര രൂപയാണ് തരാനുള്ളത് ദയവ് ചെയ്ത് അത് മാത്രം തന്നാൽ മതി. ഇത് കേട്ടപ്പോൾ ഓസിന് ചായ കുടിക്കാൻ വന്നവരെല്ലാം പണം എടുത്ത് ബബ്ബന്റെ കയ്യിൽ കൊടുക്കാൻ ആരംഭിച്ചു. എന്നിട്ട് അവിടെ നിന്നും ലജ്ജ കൊണ്ട് തലകുനിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഗോട്ടിയയുടെ പ്ലാൻ പ്രകാരം വെച്ചിരുന്ന വലിയ ചായക്കപ്പ് കൊണ്ട് ബബ്ബന് കിട്ടാനുണ്ടായിരുന്ന പണം മുഴുവനും വസൂലായി. ഒരു ഗ്രാമത്തില് ഹരിയ, അയാളുടെ ഭാര്യ ബിന്നി, 5 വയസ്സുള്ള മകൻ സോനുവിനോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. ഹരിയയും അയാളുടെ ഭാര്യയും മുതലാളിയുടെ വീട്ടില് ജോലി ചെയ്യുമായിരുന്നു. സോനുവും അവരോടൊപ്പം പാടത്ത് പോയി അവിടെയുള്ള മരത്തിന്റെ അടിയില് കളിക്കുമായിരുന്നു. ചിലപ്പം മരത്തെ വലിഞ്ഞു കയറും, അതിലുള്ള പഴങ്ങൾ പറിച്ചു തിന്നും. ഹരിയയും അയാളുടെ കുടുംബവും ഇങ്ങനാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത്. എല്ലാ ദിവസത്തെ പോലെ സോനു ഇന്നും അവന്റെ അമ്മയും അച്ഛനോടൊപ്പം പാടത്ത് കളിക്കാൻ പോയി. ഹരിയയ്ക്ക് മകനെ പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സോനു മന്ദബുദ്ധിയായിരുന്നു. അപ്പോഴാണ് അവിടെ മുതലാളി മാഖൻ സിംഗ് വരുന്നത്. ഹരിയ, ഈ പയ്യനെ ഒന്നുകിൽ സ്കൂളിൽ വിട്, അല്ലെങ്കിൽ ജോലിക്ക് വിട്. എന്റെ മരത്തില് കയറല്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. അവൻ മരത്തിലുള്ള പഴങ്ങളൊക്കെ പറിച്ചു കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, അറിയാമോ? അവൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാ ഞാൻ പറയാത്തെ. അവനെ കൊണ്ട് എങ്ങനെയാ ഈ വെയിലിൽ ജോലി ചെയ്യിപ്പിക്കുക? അവൻ നിന്റെ മകനല്ലേ, ഒന്നുകിൽ അവനെ സ്കൂളിൽ വിട്, അല്ലെങ്കിൽ അവനെ അനാഥാശ്രമത്തിൽ കൊണ്ടുവിട്. എവിടെയാണോ താല്പര്യം അവിടെ കൊണ്ടുചെന്നാക്ക്. എന്തിനാവശ്യമില്ലാതെ എന്റെ മരത്തിൽ കയറി പഴം കഴിക്കുന്നേ? ശരി സാർ, ഇനി മുതൽ അങ്ങയുടെ മരത്തിൽ കയറി അവൻ പഴം കഴിക്കില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവനെ ഇവിടുന്ന് വിടില്ല. മാഖൻ സിംഗ് ഇതും പറഞ്ഞിട്ട് അവിടുന്ന് പോയി. എന്തു പറ്റി? മുഖത്ത് വിഷമം കാണുന്നുണ്ടല്ലോ. സോനുവിനെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. വീട്ടിലും ഒറ്റയ്ക്കിരുത്തി പോകാൻ പറ്റില്ല. പാടത്ത് വെയിലത്ത് പണിയിപ്പിക്കാനും പറ്റില്ല. മുതലാളിയുടെ തോട്ടത്തിൽ വിടാനേ പറ്റുകയുള്ളൂ. ഇപ്പം അവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ ഇനി അവനെ എന്താ ചെയ്യുക? ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ പോയിട്ട് മാഡം ജിയുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ. അവർക്കിനി നമ്മുടെ സോനുവിനെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ടീച്ചർ തന്നെ പറഞ്ഞതല്ലേ സോനു ഒരു മന്ദബുദ്ധിയാണെന്ന്. പിന്നെ അവരെങ്ങനെ അവന് പറഞ്ഞു കൊടുക്കുക? എന്നാ ശരി, നമുക്കാദ്യം പണിയെല്ലാം തീർക്കാം, അത് കഴിഞ്ഞിരുന്ന് ആലോചിക്കാം.
രണ്ടുപേരും പാടത്ത് ജോലിയെടുക്കാൻ തുടങ്ങി. സോനു മാവേ കേറി അതേൽ ഊഞ്ഞാലാടി, എന്നിട്ട് പഴുത്ത മാങ്ങ കഴിക്കുന്നു. ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? ആരാണ് ഇവിടെ ഉള്ളത്? ഇത് ഞാനാ, മരമാ സംസാരിക്കുന്നേ. മാന്ത്രിക മരം, നീ ഇരിക്കുന്നത് എന്റെ ജില്ലയിലാണ്. ഈ മാമ്പഴം എല്ലാം നിനക്കുള്ളതാണ്. എന്താന്ന് വെച്ചാൽ നീ എന്റെ നല്ലൊരു സുഹൃത്താണ്. അത് കൊള്ളാമല്ലോ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ അതേ കൂട്ടുകാരാ, എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. ഇനി മുതൽ നീ ദിവസവും ഇവിടെ വരണം, കേട്ടല്ലോ? സോനും മരവും സംസാരിച്ചിരുന്നപ്പോഴാണ് മുതലാളി മാഖൻ സിംഗ് അതുവഴി ഒരു പേപ്പറും വായിച്ചോണ്ട് നടന്നുപോയത്. ഇന്ത്യയിലേക്ക് വന്നെത്തിയിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മെഷീൻ. ഒരു വശത്തുകൂടി ഉരുളക്കിഴങ്ങിടുക, മറുവശത്തുകൂടി സ്വർണമെടുക്കുക. ആ ഇത് കൊള്ളാലോ. ഇത് ഉപയോഗിച്ച് എനിക്ക് പണക്കാരനാകാൻ സാധിക്കും. ഈ മെഷീൻ ആദ്യം തന്നെ ഞാൻ തന്നെ ആയിരിക്കണം വാങ്ങിക്കേണ്ടത്. എന്നിട്ട് എന്റെ പാടത്ത് മൊത്തം ഉരുളക്കിഴങ്ങ് കൃഷി എനിക്ക് ചെയ്യണം. പിന്നെ ഒരു മാസത്തിനുള്ളിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ഈ ഞാനായിരിക്കും. ഒരൊറ്റ വർഷം കൊണ്ട് ബിൽ ഗേറ്റ്സിനെ വരെ ഞാൻ എന്റെ പുറകിലാക്കും. നോക്കിക്കോ. ആ കൊള്ളാം, ഞാൻ വലിയ പണക്കാരനാവാൻ പോവാ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് ആ മെഷീൻ വാങ്ങിയേ മതിയാവൂ. സോനു മുതലാളി പറഞ്ഞ എല്ലാ കാര്യം കേട്ടു. എന്നിട്ട് മുതലാളി പേപ്പറും വായിച്ചോണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. സോനു, നീ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിക്ക്. മുതലാളി ഇനി നിന്നെ പാടത്ത് കേറ്റണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കേറ്റില്ല? ആ മാവാണെങ്കിൽ എന്റെ കൂട്ടുകാരനാ. എന്നിട്ട് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ അവനെ കാണാൻ എന്നും അവിടെ പോണെന്ന്. നീ ഇത് കേട്ടില്ലേ ബിന്നി? ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ നമ്മുടെ മോൻ മന്ദബുദ്ധിയാണെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ മരം ഇവനോട് സംസാരിച്ചുവെന്ന്? പിന്നെ ഇവന്റെ കൂട്ടുകാരനുമായത്രേ. അച്ഛാ സത്യമായിട്ടാ പറഞ്ഞത്. സോനു, നീ നാളെ തൊട്ട് വീട്ടിൽ ഇരുന്നാ മതി. അച്ഛാ, എനിക്ക് കുറച്ച് പണം വേണം. എന്നാലേ എനിക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ മെഷീൻ മേടിക്കാൻ പറ്റൂ. എന്നിട്ട് അതുകൊണ്ട് സ്വർണം ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പാടത്ത് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കും വലിയൊരു മുതലാളിയാകാം. നിന്റെ മോനും ഭ്രാന്ത് തന്നെയാ, എനിക്കത് ഉറപ്പായി. നിന്റെ മോനും ഭ്രാന്ത്. എല്ലാവരും കിടന്നുറങ്ങി. പക്ഷെ സോനുവിന്റെ തലയ്ക്കകത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുന്ന മെഷീനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അടുത്ത ദിവസം രാവിലെ ആദ്യം എണീറ്റ് സോനു പാടത്ത് എത്തി. എന്നിട്ട് പിന്നെ മാവിന്റെ അരികിൽ ചെന്നു. വരൂ കൂട്ടുകാരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്റെ കൂട്ടുകാരനാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്വർണം ഉണ്ടാക്കുന്ന മെഷീൻ മേടിച്ചതാ. അല്ല, ഇതൊരു ചെറിയ കാര്യമല്ലേ. നിക്ക്, ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ വാങ്ങിത്തരാം. മാവ് സോനുവിന് ഉരുളക്കിഴങ്ങുകൊണ്ട് സ്വർണം ഉണ്ടാക്കുന്ന മെഷീൻ കൊടുത്തു. സോനു അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് വീട്ടിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് മെഷീനകത്തിട്ടു. പക്ഷെ അവൻ കണ്ട് ഞെട്ടിപ്പോയി. കാരണം മെഷീനകത്തുനിന്ന് സ്വർണ ഉരുളക്കിഴങ്ങ് പുറത്തു വന്നു. ഇത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് അമ്മയും അച്ഛനെയും വിളിപ്പിച്ചു. സോനുവിന്റെ ഈ വിജയം കണ്ട് അവരും ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് അവര് വലിയ പണക്കാരായി. അവസാനം ഈ വിവരം മുതലാളിയുടെ ചെവിയിലെത്തി. മുതലാളി ഹരിയുടെ വീട്ടിലെത്തുന്നു. കണ്ടില്ലേ ഹരിയ, നീ എന്നെ പറ്റിച്ച് എന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. നീ എന്റെ മരത്തിന്റെ അടുത്ത് നിന്ന് സ്വർണ്ണ മെഷീൻ വാങ്ങിയിരിക്കുന്നു. ആ മരം എന്റെ മരമാണ്. ആ മെഷീൻ എന്റെ മരമാണ് തന്നത്. അതുകൊണ്ട് ആ മെഷീനിൽ എനിക്കാണ് അധികാരമുള്ളത്. ആ മെഷീൻ എന്റെ മോന്റെയാണ്. അതവന് അവന്റെ സുഹൃത്ത് കൊടുത്തതാണ്. നീ അതുകൊണ്ട് ഒരുപാട് സമ്പാദിച്ചില്ലേ? ഞാൻ തിരിച്ചു ചോദിച്ചത് നിന്റെ സമ്പാദ്യമൊന്നും അല്ല. നീ എനിക്ക് ആ മെഷീൻ തിരിച്ചു തന്നാൽ മാത്രം മതി. ഹരിയ വ്യക്തിത്വമുള്ള ആളായിരുന്നു. ഹരിയ മെഷീൻ മുതലാളിക്ക് കൊടുത്തു. മുതലാളി ഒരുപാട് ഉരുളക്കിഴങ്ങ് വാങ്ങി. പക്ഷെ മുതലാളി ആദ്യത്തെ ഉരുളക്കിഴങ്ങ് മെഷീനകത്തിട്ടപ്പോ മെഷീൻ പെട്ടെന്ന് അവിടുന്ന് മാഞ്ഞുപോയി. മുതലാളിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം മുതലാളി ചന്തയിലുള്ള ഉരുളക്കിഴങ്ങെല്ലാം 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതായിരുന്നു. അതെല്ലാം അയാള് വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു. പക്ഷെ ഇപ്പോ അതുകൊണ്ട് സ്വർണം ഉണ്ടാക്കാൻ പറ്റിയില്ല.